നമുക്ക് ഒരുമിച്ച് ഈ വൈകിയ സമയം ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ കർത്താവ് അവസരം നൽകുന്നുണ്ട്. COVID-19 ലോകം മുഴുവനും ആ ഒരു വലിയ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിലാണ്. ഈ COVID-19 നമുക്ക് സമ്മാനിച്ച വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായ പല പദങ്ങളും. അതിലൊന്നാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ലോക്ക്ഡൗൺ, ഹോട്ട്സ്പോട്ട്സ്, ക്വാറന്റൈൻ, റിവേഴ്സ് ക്വാറന്റൈൻ ആൻഡ് സോ ഓൺ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകത്തില് ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ ലോക്ക്ഡൌണിനെ കുറിച്ചാണ്. അതിനാധാരമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് from the book of James chapter 5 verse 10. I will read it for you. My brethren, take the prophets who spoke in the name of the Lord as an example of suffering and patience. Indeed, we count them blessed who endure. You have heard of the perseverance of Job and seen the end intended by the Lord, that the Lord is very compassionate and merciful. The Lord is very compassionate and merciful. Especially in this book, the author of book of James highlights two Old Testament figures. One is Elijah and another is Job. ഇവരെ രണ്ടുപേരുടെ പ്ലേസ് ചെയ്യാൻ കാരണം ഇവരുടെ ലൈഫിൽ നിന്നും നമുക്ക് ധാരാളം ലെസൺസ് ലേൺ ചെയ്യാനുണ്ട്. Particularly from the life of Job, we can learn, at the same time we can unlearn many lessons. As I told you, I would like to highlight 3 periods: Job before the lockdown, and Job during the course of lockdown, and Job after the lockdown. When we analyze the book of Job, we can come to a conclusion that he had an intimate relationship with the Almighty God even before the lockdown. We know that lockdown that he was experienced, it was an unexpected turn of event. He did not expect that. That was a period which was not in his timetable. പക്ഷെ യോബിന്റെ ഇന്റിമസി, ദൈവത്തോട് ഇന്റിമസി ആരംഭിച്ചത് ലൈഫ് ലോക്ക്ഡൗൺ ചെയ്യപ്പെട്ടപ്പോഴായിരുന്നില്ല. ഈ ലോക്ക്ഡൌണിന് മുൻപ് തന്നെ യോബിന് ദൈവത്തോട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ളതായ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. He maintained a very strong bonding with God. ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മനുഷ്യന്റെ ബോണ്ടിങ് ഒരിക്കലും ബോണ്ടേജ് അല്ല. എന്നാൽ അങ്ങനെ ഒരു ബോണ്ടിങ് നമുക്ക് മറ്റാരോടാണെങ്കിലും when that cross the limit, it can turn into either danger or in a bondage. But when we have a strong bonding and intimacy with God, that will end up in good results. യോബിന്റെ ജീവിതം അത് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. അത് എൻഡ് ചെയ്തത് ഏറ്റവും നല്ല ഒരു റിസൾട്ടിലാണ്. ജീവിതം ലോക്ക്ഡൌണായി എല്ലാം അസ്തമിച്ചു എന്ന് യോബ് ചിന്തിച്ചപ്പോഴും അവന്റെ ജീവിതം നല്ല നിലയിലാണ് എൻഡ് ചെയ്യുന്നത്. കാരണം he maintained such an inseparable relationship with the Almighty God. എന്തിനാണ് നാം ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കേണ്ടത്? ഇന്ന് പലരും ദൈവത്തോട് പലർക്കുമുള്ള ബന്ധമെന്ന് പറയുന്നത് in order to gain something. Some people see God as an emergency exit. For some people, they see God as a crisis manager in the context of their crisis, unexpected turn of events, sufferings and pains. They make a kind of relationship, a temporal relationship with God. But for me, that is not a healthy spirituality. But when we analyze the life of Job, he had maintained a healthy spirituality, a strong bonding with God. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ദൈവത്തോട് എല്ലായ്പ്പോഴും ഒരു ആഴമേറിയ ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധമാണ് നമ്മുടെ ലൈഫിനെ എല്ലായ്പ്പോഴും ട്രാൻസ്ഫോം ചെയ്യുന്നത്. ദൈവത്തോടുള്ളതായ നമ്മുടെ നല്ല ബന്ധത്തിലൂടെ we can really reschedule our life. We can really reorganize, restructure
അവർ ലൈഫ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ആർക്കും അടർത്തി മാറ്റുവാൻ കഴിയാത്തതായ ഒരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടായിരിക്കണം. യോബിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പരീക്ഷകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ദൈവികമായ ബന്ധത്തിൽ നിന്നും യോബിനെ അടർത്തി മാറ്റുക. ആ യോബിന്റെ പരീക്ഷകളൊക്കെ ശരിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ we can come to that conclusion that Satan made a lot of strategic and calculated attempt to bring him back from that strong intimacy with God. പക്ഷെ നമുക്കറിയാം ആ പരീക്ഷകളെല്ലാം പിശാച് പരാജയപ്പെടുകയായി. രണ്ടാമതായിട്ട് ബിഫോർ ദ ലോക്ക്ഡൗൺ പീരീഡ് യോബിന് ദൈവത്തോട് നല്ലൊരു ബന്ധം മാത്രമായിരുന്നില്ല, he structured his life with a very solid content. Job structured his life with solid content. The first chapter itself, we know that content. The author of the book and also God himself says, thrice we can see that quotation, that you said, he was blameless, upright, one who feared God and rejected evil. So this was the content of his life. യോബിന്റെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ലൈഫിന്റെ ഈ കണ്ടന്റ് ആയിരുന്നു. യോബിന് ദൈവത്തോടുള്ളതായ ആ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പിലൂടെ യോബ് ആഗ്രഹിച്ച ഒരു കാര്യം, നോട്ട് ഓൺലി ടു ബ്ലൂം ഹിസ് ലൈഫ്, ജീവിതത്തെ ഒന്ന് പ്രകാശിപ്പിക്കുവാൻ, ജീവിതത്തിൽ ചെയ്ത് അറ്റൈൻ ചെയ്യുവാനുള്ളതായ ഒരു വഴിയായിട്ടല്ല യോബ് ദൈവിക ബന്ധത്തെ കണ്ടത്. മറിച്ച് തന്റെ ജീവിതത്തെ റീസ്ട്രക്ചർ ചെയ്യുവാൻ വേണ്ടി, ഒന്ന് റീഡിഫൈൻ ചെയ്യുവാൻ വേണ്ടി, ഒന്ന് റീഡിങ്ങിന് വേണ്ടി, അതിനുവേണ്ടിയാണ് യോബ് ആ ദൈവിക ബന്ധത്തെ വളരെ നല്ല നിലയിൽ ഉപയോഗിക്കുന്നത്. സോ ഹി മേഡ് എ സോൾ കണ്ടന്റ് ഓഫ് ഹിസ് ലൈഫ്. വി നോ ദാറ്റ് the quality of a book is primarily concerned in the content, not in the cover page. Through graphic skills, a person can easily make a good cover page for any book. Cover page may attract people, but the quality of the book is largely depend on the content of the book, not the cover page. ഒരു പുസ്തകത്തിന്റെ മഹത്വം, ഒരു പുസ്തകത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ ഉള്ളടക്കമാണ്, അതിന്റെ പുറംകവറല്ല. പുറംകവർ എന്ന് പറയുന്നത് ഗ്രാഫിക് സ്കില്ലാണ്. ഉള്ളടക്കം എന്ന് പറയുന്നത് the search of the author, the research, the conviction, the realization and the findings of the author. അതാണ് ഒരു പുസ്തകത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. യോബിന്റെ ജീവിതത്തിൽ ആ മഹത്വം യോബ് മെയിൻറ്റെയിൻ ചെയ്തു. അത് തന്നെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു. World always venerate the content, not the cover page. ഡയാനയുടെ സൗന്ദര്യമുള്ള മുഖത്തേക്കാളും ലോകം എല്ലായ്പ്പോഴും താലോലിക്കുന്നത് മദർ തെരേസയുടെ ചുളിവുള്ളതായ മുഖമാണ്. The world venerates the wrinkled face of Mother Teresa because the way in which she led her life, the quality that she possessed, the sacrificial life, the life commitment, that made a lot of difference. What യോബിന് ലോക്ക്ഡൌണിന് മുൻപ് തന്നെ ദൈവത്തോടുള്ള നല്ല ബന്ധം, ആ ബന്ധം താൻ ഉപയോഗിച്ചത് ചില പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ജീവിതത്തെ റീസ്ട്രക്ചർ ചെയ്യുവാൻ, ജീവിതത്തിന് നല്ല കണ്ടന്റ് വളർത്തുവാൻ യോബ് ഉപയോഗിച്ചു. തേർഡ് പോയിന്റ്, Job identified the hot spots of life. Job identified the hot spots of life. മിക്കപ്പോഴും മനുഷ്യൻ തന്റെ ജീവിതത്തിലെ അപകട മേഖലകളെ, ഹോട്ട്സ്പോട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ക്രൈസിസിലാണ്. It is very difficult to identify hotspots or danger zone in the context of success or victory. But when we analyze the life of Job, he could really understand the hot spots even in the context of his success and victory. യോബിനെ കുറിച്ച് ഞാൻ വായിക്കുന്നത്, അവൻ സകല പൂർവ്വ ദിഗ്വാസികളും മഹാനായിരുന്നു, ധാരാളം പ്രോപ്പർട്ടി തനിക്കുണ്ടായിരുന്നു, അത് മാത്രമല്ല തനിക്ക് 10 മക്കളുണ്ടായിരുന്നു. അപ്പൊ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുവാൻ എല്ലാം തന്റെ മുൻപുള്ള സമയത്തും എവിടെയൊക്കെ ജീവിതത്തിന്റെ അപകട മേഖല ഉണ്ടോ എന്ന് യോബ് എല്ലായ്പ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും.
അങ്ങനെയെങ്കിൽ ലൈഫിനെ സെർച്ച് ചെയ്യുന്ന ജോബ്, he was willing to search his life, he was willing to search his family, and even he was willing to search his children. എനിക്ക് യോബിന്റെ പേരന്റിങ് വളരെ ഇഷ്ടമാണ്. കാരണം തന്റെ 10 മക്കൾ, 7 മക്കൾ ഒരുമിച്ച് കൂടി ഫീസ്റ്റ് നടത്തുമ്പോൾ they used to call their sisters. So when the 10 children come together, when they celebrate life together, being a father, that always provided lot of happy and joy to Job. 10 മക്കള് 10 തട്ടിലാണെങ്കിൽ ഒരപ്പനെന്ന നിലയിൽ യോബിന്റെ ഹൃദയം പിടയും, യോബിന്റെ ഹൃദയം വിഷമിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു അവസ്ഥ കാണുന്നത് നെയ്ബേഴ്സിന് വലിയ സന്തോഷമായിരിക്കാം, പക്ഷെ അപ്പനും അമ്മയ്ക്കും ഏറ്റവും വലിയ പെയിനാണ്. ഇവിടെ അപ്പനായ യോബിന്റെ ഹൃദയത്തിൽ ദുഃഖിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം 10 മക്കൾ, അതിൽ 7 ആൺമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സഹോദരിമാരെ കൂടെ വിളിക്കുന്നു. 10 പേര് കൂടി ഒരുമിച്ച് വന്ന് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യോബ് അവിടെ ഒരു ഡേഞ്ചർ സോൺ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. Even the context of the celebration mode, he was willing to identify, or he could identify some of the danger zone. യോബ് ഐഡന്റിഫൈ ചെയ്ത ഡേഞ്ചർ സോൺ എന്ന് പറയുന്നതാണ്, ഇവരുടെ സെലിബ്രേഷൻ ഒക്കെ നല്ലതാണ്, ഇവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഹൃദയം കൊണ്ട് ഇവർ ദൈവത്തിൽ നിന്നും മാറുകയാണെങ്കിൽ, ഹൃദയം കൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ ഇവർ ലൈഫ് പരാജയമായിരിക്കും. നാവ് കൊണ്ട് ഒത്തിരി പ്രൈസ്തലോടും ഒത്തിരി ഹല്ലേലൂയ ഒക്കെ പറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് ഇവർ ദൈവത്തിന് അകലുകയാണെങ്കിൽ അതൊരു വലിയ പരാജയമായിരിക്കും. അവിടെയാണ് യോബ് എന്ന ഫാദർ വളരെ വിജിലന്റ് ആകുന്നത്. ഈ ഹോട്ട്സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം യോബ് വിജിലന്റ് ആകുകയും he was willing to take some cautious step. ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി according to their numbers he was willing to offer sacrifices before the Lord. He was not only identifying the hot spots, even he was willing to take some steps in order to keep them, in order to control them, in order to bring them in God's sight. അവരുടെ നമ്പേഴ്സിനനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യോബിനെയാണ് കാണാൻ കഴിയുന്നത്. ഒരു മോഡൽ പേരന്റിങ് ഏത് തലമുറയിലും ജീവിക്കുന്ന എല്ലാ പേരൻസിനും ഫോളോ ചെയ്യുവാൻ പറ്റുന്നതായ ഒരു നല്ല പേരന്റിങ് മോഡലായിട്ട് ജോബ് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് വളർച്ചയിൽ നാം എത്തുമ്പോൾ, ഉയർച്ചയിൽ നാം എത്തുമ്പോൾ, ജീവിതം സെലിബ്രേറ്റ് ചെയ്യുവാൻ എല്ലാം നമുക്കുള്ളപ്പോഴും നാം എല്ലായ്പ്പോഴും അവിടെയൊക്കെ സെർച്ച് ചെയ്യേണ്ടത് എവിടെയെങ്കിലും അപകടത്തിന്റെ മേഖലകളുണ്ടോ, എവിടെയെങ്കിലും അപകടം എന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, എന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള അപകട മേഖലകളുണ്ടോ, അതിനെപ്പറ്റി we must be vigilant. That is not an anticipatory anxiety, that is a contextual reasoning. We have to utilize our brain, we have to use and utilize the contextual reasoning. Then only we'll be able to identify some of the hotspots. നമ്മുടെ ജീവിതത്തിലെ ആ വലിയ അപകട മേഖലകളെ കുറിച്ച് നാം തിരിച്ചറിയും. ഇന്നത്തെ ഈ കോണ്ടക്സ്റ്റില്, പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തില് ധാരാളം ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതിലൊരു ഹോട്ട്സ്പോട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സുമായിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്തു എന്ന് തോന്നുന്നു. ഇന്ന് സ്റ്റഡീസ് റിവീൽ ചെയ്യുന്നത് സൺഡേ സ്കൂളിന്റെയും സ്കൂളുകളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ വരുമ്പോൾ കൂടുതൽ മീഡിയ ഉപയോഗിക്കുവാൻ ഉള്ള അവസരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ തന്നെ ഇത് വളരെ അവസരം അവർക്കുണ്ട്. 1945 ആദ്യത്തെ കമ്പ്യൂട്ടറായി ഏനിയാക്ക് രൂപപ്പെടുന്നത്. ഏനിയാക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 30 ടൺ, 30,000 കിലോയാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് മൊബൈലിന്റെ വെയിറ്റ് 100 ഗ്രാം ആണ്. അപ്പോൾ 100 ഗ്രാം എവിടെ നിൽക്കുന്നു? 30,000 കിലോ എവിടെ നിൽക്കുന്നു? ഈ 100 ഗ്രാം അല്ലെങ്കിൽ 105 ഗ്രാം വെയിറ്റ് ഉള്ളതായ ഈ ഡിവൈസിന് ഒന്നാമത്തെ കമ്പ്യൂട്ടറിനെക്കാട്ടിലും ലക്ഷക്കണക്കിന് മടങ്ങ് ഓപ്ഷനുണ്ട്. അപ്പൊ സ്റ്റഡീസ് റിവീൽ ചെയ്യുന്നത് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോർണോഗ്രാഫിക് സൈറ്റുകൾ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ലൈഫിന്റെ ഡേഞ്ചർ സോണുകൾ നാം സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുക മാത്രമല്ല, വി ഹാവ് ടു ഐഡന്റിഫൈ ദ ബൗണ്ടറി. ദൈവം എനിക്ക് വെച്ചിട്ട് ബൗണ്ടറി എന്താണ്? ഈ ബൗണ്ടറി ഒരിക്കലും നാം വയലേറ്റ് ചെയ്യല്ല. 2 ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കണം. ഒന്ന് ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ബൗണ്ടറി എന്താണ്? 2, ഹു ആം ഐ, ഞാൻ ആരാണ്? ഈ 2 ചോദ്യങ്ങൾക്ക് നാം മറുപടി കണ്ടെത്തണം. ഹു ആം ഐ,
What is the boundary that God sets for me? അതിനുശേഷമായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ. ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളും നാം ഡേഞ്ചർ സോണുകൾ, ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയുകയും നാം വളരെ വയസ്സായിട്ടുള്ള സ്റ്റെപ്പുകൾ അവിടെ സ്വീകരിക്കുകയും ചെയ്യാം. ഇനിയും ജോബിന്റെ രണ്ടാമത്തെ ഫേസിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോക്ക്ഡൌണിന് മുമ്പുള്ള കാലഘട്ടത്തിന് ശേഷം ജീവിതത്തിൽ ഒരു ലോക്ക്ഡൌൺ സംഭവിക്കുകയാണ്. നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ സംഭവിക്കുവാനുള്ളതായ കാരണം എന്ന് പറയുന്നത് some of the unexpected turn of events. He has lost his property, his 10 children. He experienced physical vulnerability. He lost his wife rejected him, and also he lost his supportive system from his friends. And even in the context of his questions, his number of questions, God was silent. സോ ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ജോബിനെ ലോക്ക്ഡൌണിലേക്ക് നയിച്ചു. ലോക്ക്ഡൌണിൽ നമ്മെ പോലെ തന്നെ വലിയ വലിയ ചോദ്യങ്ങളായിരുന്നു യോബിന്റെ മുൻപിൽ ഉണ്ടായി. പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിലും ഈ ലോക്ക്ഡൌൺ പീരീഡ് ഉണ്ടെങ്കിൽ തന്നെയും നാം എങ്ങനെയായിരിക്കണം ഈ ലോക്ക്ഡൌൺ പീരീഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ ലോക്ക്ഡൌൺ പീരീഡുകളുണ്ട്. ചിലപ്പോൾ കൊറോണ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ പേഴ്സണൽ ക്രൈസിസ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആരോടും പറയാത്തതായ നമ്മുടെ ലൈഫിന്റെ ആരോടും പറയുവാൻ കഴിയാത്തതായ ജീവിതത്തിന്റെ മുറിവുകളായിരിക്കാം. കുടുംബങ്ങളായോ പേഴ്സണലായിട്ടോ ഒക്കെ നമ്മുടെ ലോക്ക്ഡൌൺ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തെ നമുക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ കഴിയും? അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. നാം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ കാലഘട്ടം വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച ധാരാളം വ്യക്തികളെ കാണുവാൻ കഴിയുന്നു. Particularly John Bunyan. He was a Puritan preacher and he was a writer. While he was in the prison for 12 years, he totally diverted those days for writings, including the Pilgrim's Progress. He has written around 60 books while he was in the prison. Martin Luther could channelize the lockdown days in a meaningful way. And from the Bible also we'll get an evidence. Apostle Paul, his prison letters are very well known to all of us. He channelized his days in the prison for a creative purpose, for writing, for worshiping. So though we are having a question, dilemma, uncertainty and confusion in the context of lockdown, but we can really creative these days for creative purposes and also for meaningful purposes. That depends upon our own commitment and our own attitude. That is very, very important. ഈ ലോക്ക്ഡൌൺ നമ്മുടെ ജീവിതത്തിലെ ഈ ആഴ്ച നാം കണ്ടിട്ടില്ലാത്ത ഒരു ചലഞ്ചാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഈ കാലഘട്ടം എന്ന് ആരംഭിച്ചു എന്ന് നമുക്കറിയാമെങ്കിലും ആർക്കും അറിയത്തില്ല എന്നാണ് ഇത് അവസാനിക്കാൻ പോകുന്നത്. എവിടെ ആരംഭിച്ചു എന്ന് നമുക്കറിയാം, പക്ഷെ ഇത് എവിടെ അവസാനിക്കും, ഏത് രാജ്യത്താണ് ഇത് അവസാനിക്കാൻ പോകുന്നത് ആർക്കും അറിയില്ല. ഇത് എങ്ങനെ ആരംഭിച്ചു എന്ന് പല അസംഷൻ നമുക്ക് വരാൻ കഴിയും, പക്ഷെ ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് വി കനോട്ട് അസ്യൂം ഇറ്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ടൈം ടേബിൾ ഇല്ലാത്തതായ ഒരു പീരീഡിലാണ് നമ്മൾ ലോക്ക്ഡൌണിലായിരിക്കുന്നത്. പക്ഷെ അവിടെ നാം വളരെ ക്രിയേറ്റീവായിട്ട് ലോക്ക്ഡൌൺ ഡേയ്സിനെ മീനിങ് ആയിട്ട് നാം ഡൈവേർട്ട് ചെയ്യണം. യോബിന് സംഭവിച്ച ഒരു പരാജയമുണ്ട്, ഒരു നെഗറ്റീവ് തിങ് ആണ്. ഈ ലോക്ക്ഡൌൺ ഡേയ്സില് യോബ് പലപ്പോഴും നെഗറ്റീവ് യൂസേജുകൾ പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം മുതൽ ഏകദേശം അവസാന 39-ാമത്തെ അധ്യായം വരെ യോബ് തന്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക. നല്ല ദൈവവിശ്വാസിയായ യോബിന്റെ ആ കമ്മ്യൂണിക്കേഷൻ, ആ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ഈ കൂട്ടുകാരുമായിട്ട് ഒത്തുചേർന്നപ്പോൾ പലപ്പോഴും ക്രോസ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറി. തന്റെ ജന്മദിനത്തെ താൻ ശപിക്കുന്നുണ്ട്. തന്റെ കഷ്ടതകൾ മണലിനേക്കാൾ അധികമെന്നാണ് യോബ് പറയുന്നത്. In a way, he was undermining himself. He was questioning God, raising number of questions in the context of this painful experience that he had encountered. അവിടെ യോബ് നെഗറ്റീവായി മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ നാം എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് ബി പോസിറ്റീവ്, നിങ്ങൾ എല്ലാവരും പോസിറ്റീവ് ആകണം, ബി പോസിറ്റീവ്. എന്നാൽ ഇന്ന് കൊറോണയുടെ കാലത്ത് പോസിറ്റീവ് എന്ന വാക്ക് കേൾക്കാൻ നമ്മൾ ഭയപ്പെടുകയാണ്. പക്ഷെ ജീവിത വീക്ഷണങ്ങളിൽ, ജീവിതത്തിന്റെ അപ്രോച്ചുകളിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം.
നമ്മൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണെങ്കിലും ഒത്തിരി അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് മുമ്പിലുണ്ടെങ്കിലും ബി പോസിറ്റീവ്. എന്തുകൊണ്ടായിരിക്കണം നാം പോസിറ്റീവ് ആയിരിക്കേണ്ടത്? കാരണം ലോക്ക്ഡൌണിന് മുൻപ് തന്നെ നാം കണ്ടെത്തിയ ഒരു ദൈവമുണ്ട്, നാം പറഞ്ഞ സത്യമുണ്ട്, നാം ഉള്ളിൽ താലോലിക്കുന്ന ചില വാല്യൂസ് ഉണ്ട്. ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നതുകൊണ്ട് ആ പിതാവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവം അറിയാതെ നമ്മുടെ തലയില് ഒരു മുടി പോലും നിലത്ത് വീഴുന്നില്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൌൺ ഡേയ്സിലും നമുക്ക് വളരെ പോസിറ്റീവായിട്ട്, വീക്ഷണങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നേറുവാൻ കഴിയും. കാരണം ദൈവത്തിനാണ് എൻ്റെ പേര് പരമാധികാരമുള്ളത്. ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ ഏത് രാജ്യത്ത് എന്ന് പാർത്താലും ഒരു രാജ്യം സേഫ് അല്ല. പക്ഷെ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്നവൻ എവിടെയായിരുന്നാലും ഏത് തൊഴിൽ മേഖലയിലായിരുന്നാലും he is safe and secure, not because of his charming personality but because of the divine protection. ആർക്കും നമുക്ക് തരുവാൻ കഴിയാത്തതായ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ തരുവാൻ ദൈവത്തിന് കഴിയും. We know the life of Moses. മോസസിന്റെ ജനസമയത്ത് എത്രയോ കുട്ടികൾ മരിച്ചു. ബട്ട് മോസസ് വാസ് സേഫ് ആൻഡ് സെക്യൂർ. കാരണം മോസസിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായി. അങ്ങനെയെങ്കിൽ നമ്മളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ God is able to take care of us, even if we are placed in a challenging situation, but we can also experience safety and security through God. അപ്പോൾ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ യോബ് അനുഭവിക്കുന്ന ചില വെല്ലുവിളികളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് the unexpected turn of events. He has lost all his property. പ്രോപ്പർട്ടിയുടെ നഷ്ടം തന്റെ ദാസൻ വന്ന് അറിയിക്കുമ്പോൾ തന്നെ അടുത്ത ദാസൻ വന്ന് അറിയിക്കുന്നത് തന്റെ 10 മക്കളുടെ നഷ്ടത്തെ കുറിച്ചാണ്. തനിക്കൊരു ദീർഘശ്വാസം പോലും ഒന്ന് വിടാൻ പറ്റുന്നില്ല. കാരണം ഒരു വശത്ത് പ്രോപ്പർട്ടിയുടെ ലോസ്. ഉടൻ തന്നെ അക്കോർഡിംഗ് ടു ദ ബിബ്ലിക്കൽ ഓർഡർ വി ആർ ഗെറ്റിംഗ് ദ എവിഡൻസ് ദാറ്റ് യോബിനെ അറിയിക്കുന്നത് തന്റെ 10 മക്കളുടെ ജീവിതത്തിന് നഷ്ടം, 10 മക്കളുടെ മരണത്തെ കുറിച്ചാണ്. ഈ രണ്ട് കോണ്ടെക്സ്റ്റ് കൂടി ചേർത്ത് യോബ് നൽകുന്ന ഒരു വലിയ റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോർഡ് ഗേവ് ആൻഡ് ലോർഡ് ഹാസ് ടേക്കൺ അവേ. സാധാരണ നമ്മൾ മക്കളുടെ ബന്ധത്തിലാണ് അത് പറയുന്നത്. ശരിയാണ്, മക്കളുടെ ബന്ധത്തിലാണ് അത് റെലവന്റ്. പക്ഷെ നേരത്തെയുള്ള പ്രോപ്പർട്ടി ലോസുമായിട്ട് ചേർത്ത് വായിച്ചാലും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് രണ്ടിനെയാണ് ഒരുമിച്ചാണ് ജോബ് റെസ്പോൺസ് നടത്തുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവം എനിക്ക് പ്രോപ്പർട്ടി തന്നു, ദൈവം ആ പ്രോപ്പർട്ടി എടുത്തു. ദൈവം എനിക്ക് മക്കളെ തന്നു, ആ മക്കളെയും ദൈവം എടുത്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ദൈവം തന്നതിനും ദൈവം എടുത്തതിനും ഇടയ്ക്കൊരു കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടം ശരിയായിട്ട് മാനേജ് ചെയ്യുവാൻ യോബിന് കഴിയും. അതായത് യോബിന്റെ ജീവിതത്തിന് വിജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌണിൽ ആകുന്നതിന് മുൻപ് തനിക്ക് ദൈവം തന്ന കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടിയുടെ നല്ല സ്റ്റുവാർഡായിട്ട്, നല്ല ഗ്രഹവിചാരകനായിട്ട് പ്രവർത്തിക്കാൻ തനിക്ക്. That means he had a well-defined economic policy. ശരിയായി നിർവചിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക തത്വം തനിക്കുണ്ടായി. ശരിയായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. രണ്ടാമതായിട്ട് ദൈവം നൽകിയതായ 10 മക്കൾക്ക് അപ്പനെന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ ദൈവം എനിക്ക് തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ സമയത്തിന് തന്നെ ദൈവം എനിക്ക് തന്ന ഈ സമയത്ത്, ദൈവം തന്നതിനും ദൈവം എടുക്കുന്ന ഇടയിലുള്ളതായ സമയത്ത് എനിക്ക് എടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ കഴിഞ്ഞു. ഐ വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ മൈ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ജോബിന് റിഗ്രറ്റ് ചെയ്യേണ്ടുന്ന കാര്യമില്ല. അപ്പൊ ലൈഫിൽ അസൈൻ ചെയ്യപ്പെടുന്ന സമയങ്ങൾ, ഇഫ് യു ആർ വില്ലിംഗ് ടു ഡു അവർ റെസ്പോൺസിബിലിറ്റി ഇൻ എ ഫെയ്ത്ത്ഫുൾ വേ, at the end need not to regret. അവസാന സമയം റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യേണ്ടത് എല്ലാ ഉത്തരവാദിത്വങ്ങളും അതിന്റെ ഓർഡറിൽ, അതിൻ്റെ പാഷനോടുകൂടി ചെയ്യുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ലൈഫ് വളരെ മീനിങ് ആകുന്നത്. അതാണ് യോബിന്റെ കൺവെൻഷൻ എന്ന് പറയുന്നത്. അവന്റെ റെസ്പോൺസ്, ലോസിന് മുൻപുള്ള ഒന്നാമത്തെ റെസ്പോൺസ്, 2 ലോസിന് മുൻപുള്ള ഒന്നാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് ലോർഡ് ഗേവ് ആൻഡ് ഹി ഹാസ് ടേക്കൺ. സെക്കൻഡ്ലി, അത് മാത്രമല്ല, ഹി വാസ് വർഷിപ്പിംഗ് ദ ലോർഡ്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇറ്റ് ഈസ് വെരി, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതൊക്കെ പറയാൻ എളുപ്പം. പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ ലോസിന്റെ മുൻപിൽ നമുക്ക് വർഷിപ്പ് ചെയ്യുവാൻ കഴിയുമോ?
ഒരു വലിയ ചലഞ്ചാണ്. ഇറ്റ്സ് എ ചലഞ്ച് ഫോർ മീ ആൻഡ് ചലഞ്ച് ഫോർ യു. ഐ എം നോട്ട് തിങ്കിങ് ദാറ്റ് ഐ ടു ടീച്ച് ആൻഡ് യു ടു പ്രാക്ടീസ്. ദൈവത്തിന്റെ വരെ എനിക്ക് പ്രസംഗിക്കുവാൻ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ ഉള്ളതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ചലഞ്ചാണ്. ലോസിന്റെ മുൻപിൽ how will be our attitude? Can we worship the Lord even in the context of unexpected turn of events or when we experience sequence of loss in our life? പക്ഷെ അവിടെയാണ് ജോബിന്റെ ലൈഫ് ഒരു മോഡലായിട്ട് മാറും. From there we have to learn this model. യോബ് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവമാണ് എനിക്ക് തന്നത്, ദൈവം എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. ഈ ഒരു വർഷിപ്പിലേക്ക് യോബിനെ നയിക്കുവാൻ കാരണം എന്നറിയാമോ? ജോബിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്. ഇതല്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ ഒരു ക്രൈസിസ് മാനേജറായിട്ടും ഒരു എമർജൻസി എക്സിറ്റ് ആയിട്ടും എല്ലായ്പ്പോഴും ലൈഫിനെ ബ്ലൂം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് മാത്രം ദൈവത്തെ കണ്ടിരുന്നെങ്കിൽ ഇതെല്ലാം അണഞ്ഞു പോകുമ്പോൾ യോബിന്റെ ലൈഫിന്റെ ജീവിതത്തിന്റെ ഭക്തി അവസാനിച്ച്. പക്ഷെ യോബിന് നല്ലൊരു സ്ട്രോങ് ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ദൈവത്തോട് ഉണ്ടായിരുന്നത് കൊണ്ട് he was not connected with the property or the material possession or even with the family. ജോബ് ദൈവത്തോടാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ദൈവത്തോട് നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഈവൻ ലോസിനെ പോലും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. Moreover, he knows that maybe through his work he can regain the wealth. But what about the children? He realized that that is irreparable. So he prepared his mind to accept the irreparable loss. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇറിപ്പയറബിൾ, ഒരിക്കലും നന്നാക്കുവാൻ കഴിയാത്തതാണ്, തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്തത് ലോസിനെ പോലും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയണമെങ്കിൽ he or she needs a strong and intimate relationship with God. Moreover, he or she should know who God is. ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവുള്ള വ്യക്തി മാത്രമേ തന്റെ ഇറിപ്പയറബിൾ ലോസിനെ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പെയിൻഫുൾ എക്സ്പീരിയൻസിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഈവൻ ഡ്യൂ ടു ദ ഇറിപ്പയറബിൾ ലോസ്, ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ശക്തിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഇറിപ്പയറബിൾ ലോസിനെ പോലും അക്സെപ്റ്റ് ചെയ്യുവാൻ ദൈവം നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യും. നോട്ട് ബിക്കോസ് ഓഫ് അവർ ഓൺ കപ്പാസിറ്റി ഓർ അവർ ഓൺ റിസോഴ്സസ്, ബട്ട് ബൈ ഹിസ് ഗ്രേസ് യു വിൽ ബി ഏബിൾ ടു അക്സെപ്റ്റ് ദ ഇറിപ്പയറബിൾ ലോസ്. ആൻഡ് തേർഡ് ലോസ് ദാറ്റ് ഹി ഹാസ് എക്സ്പീരിയൻസ്ഡ്, അവന്റെ ശരീരത്തിൽ വല്ലാത്ത പരിക്കുകളാൽ അവൻ ബാധിക്കപ്പെട്ടു. മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വല്ലാത്ത പരിക്കുകളാൽ. But still he was coping with this physical vulnerability. ശാരത്തിൽ നിന്നുകൊണ്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടുന്ന യോബിനെയാണ് കാണുവാൻ കഴിയുന്നത്. ലൈഫിലെ ആ ഫിസിക്കൽ ചലഞ്ചിനെ പോലും യോബ് അക്സെപ്റ്റ് ചെയ്യുക. Fourth, his faith was questioned by God. Questioned by his wife. Sorry, his faith was questioned by his wife. വൈഫിൽ നിന്ന് എനിക്ക് ഗ്രീൻ സിഗ്നൽ ഇല്ല, ഓർ റെഡ് സിഗ്നൽ കിട്ടി. She is asking a very pertinent question. How long will you hold your integrity? Again she says, curse God and die. ദൈവത്തെ ത്യജിക്കുവാൻ മാത്രമല്ല, പോയി മരിക്കുവാനാണ് പറയുന്നത്. ആരാണെന്നറിയാമോ? തനിക്ക് എല്ലായ്പ്പോഴും സപ്പോർട്ടീവ് സിസ്റ്റമായി നിൽക്കേണ്ടതായ വൈഫ്. ഞാൻ യോബിന്റെ ഭാര്യയെ പ്രതികൂട്ടിലാക്കുകയല്ല, യോബിന്റെ വൈഫിനെ വളരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്റെ അസ്ഥിയും തന്റെ മാംസത്തിന്റെ മാംസവുമായ തന്റെ ഹസ്ബൻഡ് വല്ലാത്ത പരിക്കുകളാൽ ബാധിക്കപ്പെട്ടു. She could not tolerate. So in that context she said, curse God and die. ഇവിടെയാണ് യോബിന്റെ അടുത്ത റെസ്പോൺസ് നാം മനസ്സിലാക്കുന്നത്. തന്റെ ഏറ്റവും വലിയ സപ്പോർട്ടീവ് സിസ്റ്റം അവന് റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ the response of Job is very very important. യോബ് തന്റെ ഭാര്യയോട് ഇങ്ങനെ പറയുകയാണ്, you speak as one of the women speaks. You speak as one of the women speaks. മറ്റുള്ള സ്ത്രീകൾ പറയുന്നത് പോലെയാണ് നീ പറയുന്നത്. അങ്ങനെയാണ് എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ള സ്ത്രീകൾ പറയുന്നത് പോലെ നീ പറയില്ല. You are not one among them and we are not one among them because we have experienced God's provision. We have seen God's majesty. നമ്മൾ ദൈവത്തെ കണ്ടവരാണ്, നമ്മളൊരു ഉള്ളടക്കമുള്ളവരാണ്, നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് ഈ പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വലിയ ചലഞ്ചസിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കേണ്ടത് നമ്മളല്ല. ഹിയർ ജോബ് ഈസ് ബിക്കമിങ് എ കറക്റ്റീവ് ഫോഴ്സ്.
യോബ് തന്റെ ഭാര്യയെ തിരുത്തുകയാണ്. ഒരു തിരുത്തൽ ശക്തിയായിട്ട് യോബ് മാറി. സത്യം പറഞ്ഞാൽ യോബ് ഒരു വൾണറബിൾ സിറ്റുവേഷനിലാണ്. ദോ ഹി വാസ് ദ പ്രൈമറി സഫറർ, സ്റ്റിൽ ഹി വാസ് കറക്റ്റിംഗ് ഹിസ് വൈഫ്. വൈഫിനെ തിരുത്തുന്ന ഒരു നല്ല ഹസ്ബൻഡിനെയാണ് ഇവിടെ കാണുന്നത്. ക്രിട്ടിസൈസ് ചെയ്യല്ല, തിരുത്തുകയാണ്. കാരണം ദൈവത്തിൽ നിന്നും ഗുഡ്നസ് മാത്രമല്ല, we have to prepare our mind even to receive adversities. That's the part of Christian life. അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവം തന്നെ എല്ലാം സ്വീകരിക്കുക നമ്മുടെ മനസ്സുണ്ടാകണം. അല്ലാതെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ചർച്ച ഒരു വലിയ അപകട മേഖലയിലേക്ക് എത്തുക തന്നെ ചെയ്യും. എല്ലായ്പ്പോഴും അനുഗ്രഹങ്ങളും നന്മകളും മാത്രം പഠിപ്പിക്കുന്നതായ ഒരു അനുഭവത്തിൽ ചർച്ച പോവുകയാണെങ്കിൽ ചർച്ച വലിയ ചലഞ്ചസ് എത്തും. അത് തന്നെയാണല്ലോ ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചകളുടെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കേരളത്തിൽ അടുത്തിടെ ട്രാൻസ് എന്നൊരു സിനിമ പോലും രൂപപ്പെടുന്നത്. അപ്പോൾ ബിബ്ലിക്കൽ ഡോക്ട്രിൻസ് നമ്മൾ മാറുകയാണെങ്കിൽ എന്റെ ഒരു ചിന്താഗതി അടുത്ത ഒരു ട്രാൻസിന് വേണ്ടിയുള്ളതായ ഒരു മെറ്റീരിയൽ നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യുകയാണ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ മാത്രമല്ല ചലഞ്ചസ് നാം സ്വീകരിക്കണം. പക്ഷെ ചലഞ്ചസ് സ്വീകരിക്കുമ്പോൾ വി ആർ നോട്ട് അലോൺ, ഗോഡ് ഈസ് വിത്ത് us. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ യുണീക്നെസ് എന്ന് പറയുന്നത്. തീച്ചൂളയിലൂടെ കടക്കുമ്പോൾ നമ്മൾ തനിച്ചില്ല, തീച്ചൂളയുണ്ട്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു റിയലൈസേഷൻ ആണ് എല്ലാ തലമുറയിലും എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്നത്. അടുത്ത യോബിന്റെ ജീവിതത്തിലെ ചലഞ്ചസ് എന്ന് പറയുന്നത് യോബിന്റെ കൂട്ടുകാരിൽ നിന്നുണ്ടായ ചലഞ്ചസ് ആണ്. Actually, Job thought that they are very good supportive system, because when they came to know about the vulnerable life situation of Job, they made up their mind to visit him. They spent the first 7 days they kept silent. So I used to wonder, keeping silence for 1 week. Very clearly the Bible speaks that in the morning and in the night they don't speak anything. Complete fasting, complete lockdown in a sense. 7 days, by seeing the vulnerable and pathetic condition of Job, they kept silent. Then Job realized that they are very good friends, because they really understood my life situation. They could really read my wounds. Slowly, Job began to break that chain. He began to speak. When we read that chapter, we can understand Job began to take the initiative by realizing that they are good supportive system. So as a result, Job ventilated all his blocked emotions, his pain, confusions, agony, because he realized that they are my good friends. So nothing to hide. But we know that how that transaction, how that communication pattern is ending. നല്ല സുഹൃത്തുക്കളാണ്, എല്ലാം മുറിവും പറയും, ഇവിടെ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം മനസ്സിലാക്കി യോബ് ഉള്ളു തുറന്ന് കൂട്ടുകാരോട് സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ യോബിന്റെ വാക്കുകൾ തെറ്റിപ്പോകുന്നുണ്ട്. കൂട്ടുകാർ യോബിനെ ആരോപിക്കുന്നുണ്ട്, യോബ് അവരെ ആരോപിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൌണിൽ ആശ്വസിപ്പിക്കുവാൻ വന്ന ഒരു ആശ്വാസം യോബിന് വലിയ വേദനയായിട്ട് മാറുകയാണ്. കാരണം അവർക്ക് യോബിന്റെ മുറിവ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് ഇവിടെയാണ് ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. ഈ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ ജോബ് അവിടെ നെഗറ്റീവ് വാക്കുകളാണ്. ആ ഒരു അപ്രോച്ച് വി ഹാവ് ടു അൺലേൺ. ദ റിമൈനിങ് അപ്രോച്ചസ് ദാറ്റ് വി ഹാവ് ടു ലേൺ. അപ്പൊ ജോബിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യുവാനാണ് ഉള്ളത്. അൺലേൺ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് യൂസിങ് ദ നെഗറ്റീവ് വേർഡ്സ്. കാരണം ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഇവർ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് യോബ് അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. The next challenge, maybe the final challenge. In the context of his challenge, Job was searching God. Very clearly, it is written in the book of Job, chapter 23, verse 8. I will read it for you. I go forward, but God is not there. I go backward, but I cannot perceive him. When he works on the left hand, I cannot behold him. When he turns to the right hand, I cannot see him. See, here Job says that in the context of his pain, when he found that I am not getting an adequate response from my friends, he was searching God. മലയാളത്തിലേക്ക് പെടുത്തിയിരിക്കുന്നത്, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. കിഴക്കോട്ട് ചെന്നാൽ ദൈവം അവിടെയില്ല, പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ ദൈവത്തെ അവിടെ കാണുകയില്ല, തെക്കും വടക്കും എന്ന് വെച്ചാൽ 4 ദിക്കിലും യോബ് ദൈവത്തെ നോക്കി.
ഒരൊറ്റ ദിക്കിൽ യോബിന് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ യോബിന്റെ ആത്മീയത അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവം സൈലന്റ് ആയപ്പോഴും 4 ദിക്കിലും ദൈവത്തെ കാണുവാൻ കഴിയാതിരുന്ന പശ്ചാത്തലത്തിൽ പോലും യോബ് തിരിച്ചറിഞ്ഞ കാര്യമുണ്ട്. എങ്കിലും ദൈവമേ, ഞാൻ നടക്കുന്ന വഴി നീ അറിയുന്നു. ഞാൻ നടന്ന വഴികളൊന്നും എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. എന്റെ സെർച്ച് കൊണ്ട് റീസെർച്ച് കൊണ്ടൊന്നും ഐ കുഡ് നോട്ട് ഐഡന്റിഫൈ. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, യു ആർ ഐഡന്റിഫൈങ് മൈ ലൈഫ്. എന്റെ നടപ്പ് നീ അറിയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ COVID-19 പശ്ചാത്തലത്തിൽ ലോകം മുഴുവനും വലിയ വെല്ലുവിളികൾ പല വിധത്തിൽ നാം നേരിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരവുമായിട്ട് ദൈവം നമ്മുടെ അരികിൽ വരുന്നില്ലെങ്കിലും, നമ്മുടെ കൺഫ്യൂഷൻ എല്ലാം നാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവം ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ലെങ്കിൽ, ദൈവം എന്നെ സോൾവ് ചെയ്യുന്നില്ലെങ്കിലും, ഒരു കാര്യം തീർച്ചയാണ്, നാം നടക്കുന്ന ഓരോ വഴികളും ദൈവം അറിയുന്നു. നമ്മുടെ മനസ്സിലുള്ള ഓരോ ചിന്തകളും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ന്യായമായ ചോദ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. നാം നടക്കുന്ന ഓരോ മേഖലകളും ദൈവം അറിയുന്നു. അപ്പോൾ തന്റെ ലോക്ക്ഡൌൺ ദിവസത്തിൽ ദൈവത്തെ പോലും തനിക്ക് കാണുവാൻ കഴിയാതിരുന്നപ്പോഴും തന്നെ കാണുന്ന ദൈവത്തെയാണ് യോബ് കാണുന്നത്. അവസാനം ഒരു ടെംപ്ടേഷനും കൂടെ ഉണ്ടായി. ആ ടെംപ്ടേഷൻ ബൈബിളിൽ അങ്ങനെ വിസിബിൾ അല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്തയാണ്. അതോടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അവസാനമാണ് ടെംപ്ടേഷൻ എന്ന് പറയുന്നത്, ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്ന ഈ 3 കൂട്ടുകാർ വാസ്തവത്തിൽ യോബിനെ പ്രതിക്കൂട്ടിൽ കയറ്റി. അവന്റെ ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തി. അവന്റെ ഇന്റഗ്രിറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്തു. അവന്റെ ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു വലിയ ചലഞ്ചാണ് ഒടുവിൽ ദൈവം യോബിന് കൊടുത്തത്. അവരുടെ പാപം ക്ഷമിക്കണമെങ്കിൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ യോബിന്റെ അരികിൽ ചെല്ലണം, യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോ അനേക ദിവസങ്ങൾ വീട്ടിൽ വന്ന് തന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിയ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ അവന് ദൈവത്തോട് നല്ല ബന്ധമുള്ളവനായിരിക്കണം, നല്ല കണ്ടന്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മനഃപൂർവ്വം അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ. അതാണ് ആ ദൈവത്തിന്റെ ദൈവിക ബന്ധം യോബിനെ അതിലേക്ക് നയിക്കുകയാണ്. ദൈവത്തോട് നല്ല ബന്ധമുണ്ടായിരുന്നപ്പോൾ he was willing to forgive them. മനഃപൂർവ്വമായി അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചു. ഈ പരീക്ഷ അവൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്, അവർ എന്തെല്ലാം ലൈഫിൽ നഷ്ടമായോ ഗോഡ് റെസ്റ്റോർഡ് ഇറ്റ്. കാരണം ഇതൊരു വലിയ പരീക്ഷയായിരുന്നു. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളോട് അകന്നവർ, ചോദ്യങ്ങളുടെ മുൾമുനയിൽ നമ്മളെ നിർത്തിയവർ, ചോദ്യങ്ങൾ കൊണ്ട് നമ്മളെ പ്രതിക്കൂട്ടി നിർത്തിയവരോടൊക്കെ മനഃപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ പോലും ദൈവം പറയുമ്പോൾ മനഃപൂർവ്വം ക്ഷമിക്കുവാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ഒന്നാമത് സൗഖ്യം അവർക്കല്ല, നമുക്കാണ്. യോബ് ചെയ്തു. ആ ലോക്ക്ഡൌൺ കാലത്തിന് തിരശ്ശീല വീഴുന്നു. ലോക്ക്ഡൌണിന് ശേഷം മറ്റൊരു യോബിനെയാണ് കാണുന്നത്. അത് ഞാൻ 2 മിനിറ്റോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ലോക്ക്ഡൌണിന് ശേഷം മറ്റൊരു യോബ്. നമുക്കറിയാമല്ലോ, what all things he has lost in his life, God began to restore it. കാരണം ഈ ഇറിപ്പറബിൾ എലമെന്റ്സ് ദൈവത്തിന് മാത്രമേ റെസ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 മക്കൾ നഷ്ടപ്പെട്ടു. ഈ 10 മക്കളെ കൊടുക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയുള്ളൂ. അതും 7 ആണും 3 പെണ്ണും. രണ്ടാമത് ദൈവം കൊടുത്തപ്പോൾ 7 ആണും 3 പെണ്ണും. അതാർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഏറ്റവും രോഗം കൊണ്ട് വൾണറബിൾ ആയ ബോഡിയിൽ നിന്നും സൗന്ദര്യമുള്ള 3 പെൺമക്കളെ കൊടുക്കുവാൻ ആർക്ക് കഴിയും? ഒരു മെഡിക്കൽ സയൻസിനും കഴിയില്ല, ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ പറയട്ടെ, ഈ ലോക്ക്ഡൌൺ കഴിയും, ഈ ചലഞ്ചസ് എന്നും നിൽക്കുകയില്ല. നാം പുറത്തു വരും, നാം ബ്ലൂം ചെയ്യും. നമ്മുടെ കഴിവല്ല, നാം തിരിച്ചറിഞ്ഞൊരു ദൈവം, നാം പിതാവായി അംഗീകരിച്ചൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. യോബിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ചുമക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ ചരിത്രം നമ്മുടെയും ചരിത്രമാക്കുവാൻ ദൈവത്തിന് കഴിയുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. 140 വയസ്സ് വരെ യോബ് ജീവിച്ചു. He could see 4 generations, 4 തലമുറകളെ കണ്ടു. വൃദ്ധനും കാലസമ്പൂർണമായി മരിച്ചു. ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ ഈ കൂട്ടുകാർ മാത്രമേ തന്നെ വീട്ടിൽ വന്നുള്ളൂ. പക്ഷെ ലോക്ക്ഡൌണിന് ശേഷം അവസാന അധ്യായത്തിൽ കാണുന്നു, ഗ്രാമവാസികളൊക്കെ വന്ന് അവന് ഗിഫ്റ്റ് കൊടുക്കുവാൻ തുടങ്ങി. കാരണം ദൈവം ഒരു വ്യക്തിയെ ലൈഫിനെ മാറ്റിയാൽ ആർക്കും അതിനെ തടയുവാൻ കഴിയില്ല. No one can stop it. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും യോബിനെ പോലെ നാം ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ്.
പക്ഷെ യോബ് പൊന്നുപോലെ പുറത്തു വന്നതുപോലെ നാം പൊന്നുപോലെ പുറത്തു വരും. കാരണം നാം തിരിച്ചറിഞ്ഞിരിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മുടെ മേൽ പരമാധികാരമുള്ള ദൈവമാണ്, ദൈവം നമ്മുടെ പിതാവാണ്. ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതം ഒന്നും സംഭവിക്കുകയില്ല. ജീവിതത്തെ റെസ്റ്റോർ ചെയ്യുവാൻ, ജീവിതത്തെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ജീവിതത്തെ റെസ്റ്റോർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും എടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയതായ സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.